യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞേ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവർ നമ്മെ കൊച്ചാക്കി, ഇവർ നമ്മെ ചെറുതാക്കി എന്നൊക്കെ പറയത്തില്ലേ. അതായത് ദൈവം അവരിലൂടെ നമ്മളെ ഞെരുക്കി എന്ന് വേണേൽ കരുതുന്നത് തെറ്റില്ല. അവർക്ക് പിശാചാണെന്നുള്ള നമ്മൾ പറയണത് അതല്ല ശരി. നമ്മളെ ഞെരുക്കുന്നതിലും ഞെരുക്കി കുരിശിനെ കൃപയാക്കുന്നതിലും ദൈവത്തിനൊരു പങ്കുണ്ട്. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്. മനുഷ്യരെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും. കർത്താവ് ലീവ് ഇറ്റ് എസൈഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് പല കാര്യങ്ങളും വിട്ടുകളയാണ് നല്ലത്. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗമുണ്ടായിരുന്നു. ആരാണ്? ഫരിസീസ്. കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞർ. അത് എല്ലാ ദിവസവും ഇവർ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ? ആ സമയത്ത് പരിസേര് പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകരാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവന് വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരൊക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്? ദേവാലയത്തിൽ പോയി കാശ. അപ്പോൾ ഈശോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. കണ്ടില്ലേ? ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാ. ഈ ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ്. അതാണ് ഈശോ പറയണത്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്? ലീവ് ഇറ്റ് എസൈഡ്. അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരണവരും അവർ നമ്മളെ ചോദ്യം ഉണ്ടാക്കി. ഇപ്പം അച്ഛൻ നിങ്ങൾക്കറിയാമില്ല, എനിക്ക് വേണത് ഒരു 170ഓളം വീഡിയോ എനിക്കും കൃപാസനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലേ? ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയോ ഞാൻ അവരോട് സംസാരിക്കുകയോ ഈ ആൾക്കാരെ തിരക്കിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത് ഈ കാര്യത്തിൽ. ഈശോ യൂദാസിനോട് പറഞ്ഞില്ലേ, എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. Take the word of God. Hallelujah. 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 യേശുവേ നന്ദി. Hallelujah. Hallelujah. യേശുവേ സ്തുതി. Hallelujah. 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 യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. Hallelujah. 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 മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, എന്നിട്ടാണ് പറയണത്. അപ്പൊ
നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമ്മളിതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. മത്തായി 26:24. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതായത് അതാണ് നമ്മളെന്താ ചെയ്യണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പം എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസേനയെന്ന് ഈശോ പറഞ്ഞത് എന്താണ്? ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? ദിവസേനയെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേനയെന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും. ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം എടുത്തേ, 2:10 എടുത്തേ. ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതെല്ലാം ബൈബിളിലെ ലാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ ജഡ്ജ്മെൻറ്റുകളാണ് പറയണത്. എന്താണ്? വിശ്വസ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴവരെയാണ്? അതാണ് അപ് ടു ദി ഡെത്ത്, അൺ ടു ഡെത്ത്, ഫിഡേലിറ്റി അൺ ടു ഡെത്ത്. അപ്പോൾ ഈ ഫിഡേലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ ചില ഉടമ്പടികളൊക്കെ ഉടഞ്ഞു പോണത് ചിന്നുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പുകളാണ്. ചില കാലങ്ങളിൽ നിങ്ങൾക്ക് അപഭ്രംശം ഉണ്ടാവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്യും ദൈവത്തോട്. അതെപ്പോഴും സംഭവിക്കുന്ന ക്ലേശകാലത്തായിരിക്കും. ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാവോ? അത് ഈ വിശ്വസ്തതയ്ക്ക് വരുന്ന ഒരു ചിലർക്ക് വരുന്ന അബദ്ധമുണ്ട്. ഉടമ്പടിയിലെ അനുഗ്രഹാനന്തര കാലമില്ലേ? അതായത് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നീടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളില്ലേ, അതാണ് വില്ലനായിട്ട് വർക്കൗട്ട് ചെയ്യണത്. അനുഗ്രഹാനന്തര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ അശ്വതിയുടെ കാര്യം എന്താണ്? അശ്വതി എന്നെ കാണാൻ വന്നു. എന്തിനാണ് വന്നത്? എന്തിനാണ്? അവർക്ക് നഷ്ടപ്പെട്ട കാശ്, ആ കൂട്ടിപ്പോയ ഏജൻസിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവള് പാസ്പോർട്ടിൻ്റെ തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തത് കൊടുത്ത് തിരിച്ചു വന്ന് അശ്വതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ എന്നാണ്. അപ്പം ആ ചാപ്റ്റർ അവിടെ ഫയൽ അവൾ സ്വന്തമായിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ അത് ക്ലോസ് ആകാത്ത ഫയലാണ്.
അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ഈ പാസ്പോർട്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ പറഞ്ഞ് അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നീ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? അപ്പോൾ ഉടനെ പറഞ്ഞു, പോണാച്ചാ, പക്ഷെ ഉള്ള കാശ് കൂടി ഇപ്പം കണ്ടവൻ്റെ കയ്യിലാണ്, അതുപോലെ കിട്ടാൻ മാർഗമില്ല എന്ന് പറയും. വീണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അതാ വിഷയം. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ അൽത്താറയെന്നൊരു വെർഡിക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കണ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നിങ്ങൾ എന്ത് കേൾക്കുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ലൂക്ക 10:26. ലൂക്ക 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉള്ള സംഭവവും ചില ആൾക്കാർ അത് തന്നെ വായിക്കും, ചിലർ അവരുടെ രീതി വേറെ വായിക്കും. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനവും, ഇപ്പോൾ അവളോട് അക്ഷിതോട് ഞാൻ പറഞ്ഞു, നീ പോകാനിരിക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇനി അത് ഫയൽ ക്ലോസ് ആയാലും ഇവിടെ ഫയൽ ഓണാണ്, ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് ആ വിഷയം ഇനി വർക്കൗട്ട് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ അവളത്, പക്ഷെ അത് വിശ്വസിച്ചവൾ അവത് പൂർണ്ണമായിട്ട് ചിലരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും. അതാണ് ആൾക്കാരുടെ ലെവൽ, വിശ്വാസ ലെവലിൻ്റെ ഒരു പ്രശ്നം. ചിലർക്ക് റിസെപ്റ്റിബിലിറ്റി കുറവാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴും അയ്യോ വണ്ടി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത്രയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഈ മാവേലി സ്റ്റോറിലല്ല വന്നിരിക്കണത്. അതാണ് പ്രശ്നം. എൻ്റെ പേര് സബിത മനോജ്. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നത് ഡിസംബർ 15-ാം തീയതി 2023 വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ വീട്ടിൽ ആർക്കും ഞാൻ പോരുന്നതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഉടമ്പടി എടുക്കാമെന്നൊക്കെ ഉള്ളതിൽ ഞാൻ പോന്നു. ഞങ്ങൾക്ക് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഒരു വീടിരിക്കുന്നത്. ഞങ്ങൾക്ക് നടന്ന് കയറി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു ആണി കൊണ്ട് പഴുത്ത ഭർത്താവിന് നടക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട്, റോഡ് സൈഡിലൊരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 5 വർഷം മുന്നേ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും പെര പണിയാനായിട്ട് അങ്ങ് സാധിക്കുന്നില്ല. അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഒന്നും അങ്ങനെ വലിയ കാര്യമായ ഇതൊന്നും നടന്നില്ല. എങ്കിലും ഞാൻ രണ്ടാമതും വന്നു. ഒരു കൃത്യം 3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ അവിടുന്ന് ഒരു ചേച്ചി ബസ്സിൽ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ആ കൂടെ മുടക്കാതെ തന്നെ ഞാൻ ഇവിടെ വന്നു. രണ്ടാമത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് പോയി. 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരാണ്ട സമയം ആകാറായപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ചു, നീ പോയി ആ മേടിച്ച സ്ഥലത്ത് പോയി ഉപ്പ് വിതറാൻ. ഞാൻ അങ്ങനെ പോയി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ സ്ഥലത്ത് മൊത്തം ഞങ്ങൾ ഉപ്പ് വിതറിയിട്ട് വന്ന് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. 15 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാനുള്ള ഒരു പ്ലാനൊക്കെ ഇതായി. എന്നാൽ വീട് പണി തുടങ്ങിയേക്കാം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പണിയാനുള്ള പൈസ അതിന് മാത്രം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പം എന്നാ ചെയ്യുന്നത്, ഭർത്താവിൻ്റെ ആണെങ്കിൽ കാലും വല, അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. അപ്പം എന്നാ ചെയ്യുന്നത്, എല്ലാം കൂടെ എങ്ങനെ ഓടിപ്പോകും, പിള്ളേർ പഠിക്കുന്നു, എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ആകെ ബുദ്ധിമുട്ടിലാണ്. എന്നാലും വേണ്ടില്ല പണി തുടങ്ങാം, അല്ലെ അദ്ദേഹത്തിന് കയറി വരാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നാൽ പണിതേക്കാന്ന് ഓർത്തുന്നപ്പോഴത്തേനും ഭർത്താവിൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ കടമൊന്നും മേടിക്കണ്ട, ലോണും വെക്കണ്ട, നിൻ്റെ കയ്യിലുള്ള കാശ് നീ താ, ബാക്കി എത്രയാണെന്ന് വെച്ചാലും അത് ഞാൻ തന്ന് വീട് പണി പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ മാതാവ് തോന്നിച്ച് പറയിപ്പിച്ചതായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വീട് പണി തുടങ്ങി, കുറ്റിയടിച്ചു. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കല്ലിട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശിരുവം കല്ലിടുന്നതിന് വെച്ച് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കട്ടള വെച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശിരുവം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട് പണി 5 മാസം കൊണ്ട് പൂർത്തിയായി. ഈ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസം വെച്ച് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ താമസിക്കാനും തുടങ്ങി. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും നല്ല അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഐശ്വര്യമുള്ള നല്ല മാതാവിൻ്റെ കൃപയെ നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ മകനെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നു കഴിഞ്ഞ്
ഇവൻ 2ാം ട്രിപ്പ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞാനും കൂടി ഒന്ന് വരുന്നുണ്ടെന്ന്, എനിക്കൊന്ന് കാണാനൊക്കെ ആയിട്ട് അമ്മച്ചിയുടെ കൂടെ ഞാനും പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു. അവൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്ന് അവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവന് ഇൻഫോ പാർക്കിൽ ഒരു ജോലി ലഭിച്ചു. 7 മാസം അവിടെ ജോലി ചെയ്തു. 6 മാസം അവൻ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് ആ ജോലി ലഭിച്ചത്. അവനും സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചാണ് എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചെല്ലാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാലയും ലോക്കറ്റായിട്ട് ഒക്കെ ആയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോണോ ഞാനെന്നും പ്രാർത്ഥന ചെല്ലാൻ എടുക്കുമ്പോൾ അത് കയ്യിലെടുക്കും. പ്രാർത്ഥന ചെല്ലിക്കഴിയുമ്പം മാതാവിന് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചതൊരു പത്രമായിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥന ചെല്ലി വെച്ച് മാതാവിന് ഉമ്മ കൊടുത്തപ്പോൾ എൻ്റെ കൈ നിറച്ച് ചന്ദനത്തിൻ്റെ മണം. അന്നേരം ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാതെ ഞാൻ ആ മണം കൈ നിറച്ച് മണമായിട്ട് മാതാവിനെ മണം. ഞാൻ ഓടിക്കൊണ്ട് എൻ്റെ ഭർത്താവിനെ അമ്മേനെയും കൊണ്ട് കാണിച്ച് അവരെ കൊണ്ട് ഞാൻ മണപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചന്ദനത്തിന് തന്നെ മണമാണെന്ന് പറഞ്ഞു. അല്ല ഞാൻ തന്നെ പറഞ്ഞ ഇനി അവർ വിശ്വസിക്കാതെ വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരെയും കൊണ്ട് കാണിച്ചു. അപ്പോൾ അവരും പറഞ്ഞു നല്ല ചന്ദനത്തിൻ്റെ മണം തന്നെയുണ്ട്, മാതാവ് വന്നതായിട്ട്. അങ്ങനെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ചന്ദനത്തിരിയിലൂടെയാണ് ലഭിച്ചത്. അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കല്ല, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് യാതൊരുവിധ പേടിയും തടസ്സങ്ങളും ഒന്നും തോന്നാനില്ല. കാരണം മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് ഇപ്പോൾ 5ാമത്തെ തവണ ഇന്ന് ഞാൻ പുതുക്കി. ഞാൻ വരാൻ തുടങ്ങിയിട്ട് 1 വർഷവും 4 മാസം ആയതേ ഉള്ളൂ. ഒറ്റ തവണ പോലും മുടക്കാതെ ഞാൻ കൃത്യം വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വർഷമായിട്ട് പിള്ളേരുടെ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൂടെ അവർക്ക് ഒരു കൊച്ചിനും കൂടെ ഉള്ള പൊതി ഞാൻ 5 വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചിന് കൊടുക്കാനായിട്ടുള്ള പൊതി ചോറ് ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവർക്ക് എന്നൊക്കെ പൊതി കെട്ടുന്നു അന്നെല്ലാം ഞാൻ ആ പിള്ളേർക്കും കൊടുത്തു വിടുന്നുണ്ട്. ഇതൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. അത്രയൊക്കെയാണ്. ഞാൻ എല്ലാം ഇവിടുന്ന് കിട്ടുമ്പോഴേ വേറെ ആരെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ പോയി എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്ന വഴിക്ക് എല്ലാം ബാഗ് വെച്ചുകൊണ്ട് പോവുകയാണ്. ബസ്സിലോ നടന്നു പോണ വഴിക്കും എല്ലാവർക്കും പറഞ്ഞും പ്രവർത്തിച്ചുമൊക്കെയാണ്. ഞാൻ പത്രമെല്ലാം വേറെ ആരെക്കൊണ്ടും കൊടുപ്പിക്കാൻ ഞാൻ തന്നെയാണ് എല്ലാം കൊടുത്തത്, എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാം. എന്നെ പറ്റുന്ന പോലെ ഞാൻ എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ 10ഉം 12ഉം പേരെ വെച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങളെ ജെസ്സി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് ഇവിടെ കൃപാസനത്തിലെ പോരാനുള്ള വണ്ടി ബുക്ക് ചെയ്ത് കൊണ്ടുപോരുന്നത്. ആ ചേച്ചിയുടെ കൂടെ ഞാൻ ഇത്രയും ആൾക്കാരെയും കൂട്ടി 3 മാസം കൂടുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാൻ തന്നെ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി നിമ്മി ചേച്ചിയാണ്. അന്നേരം പറഞ്ഞു, സബിതേ വാ, എൻ്റെ കൂടെ വാ, നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരാൻ തന്നെ തീരുമാനിക്കുന്നത്. പിള്ളേരുടെയൊക്കെ പഠിത്തവും വീടിൻ്റെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് നടക്കണേ, വാ എന്നാൽ വരാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ഞാനും കൂടെയാണ്. അപ്പോഴാണ് ജെസ്സി ചേച്ചി ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്, എല്ലാ മാസം അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ കൂടെ പോരുന്നുണ്ട്. അപ്പം 3 മാസം കൂടുമ്പോൾ എന്നെ പറ്റുന്നത്ര ആൾക്കാരെ ഞാൻ കൂട്ടിക്കൊണ്ടുമാണ് വരുന്നത്. അമ്മേ മാതാവിന് കോടി നന്ദി പറയുന്നു. തിരുക്കുമാരനും ഞാൻ 21/3/2023 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ 2ാമത്തെ മകൾ അദീനയ്ക്കും 3ാമത്തെ മകൾ അഖിലയ്ക്കും വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ എൻ്റെ 2ാമത്തെ മകൾ അദീനയ്ക്കും 3ാമത്തെ മകൾ അഖിലയ്ക്കും വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഇവർ എൻക്ലസാറിന് മൂത്ത മകൾ എക്സാം എഴുതാനും തുടങ്ങി. അവൾക്കും 2ാമത്തെ മകൾക്കും 3ാമത്തെ മകൾക്കും വേണ്ടിയാണ് എടുത്തത്. പക്ഷെ അവർക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു. അവരെന്നും വളരെ വേദനയോടുകൂടി എന്നും പറയും ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് അവർ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പ്രേക്ഷ്യ പ്രവർത്തനവും ഓർഫനേജുകളിൽ ദാനങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനെല്ലാം ഞാൻ പോകുമായിരുന്നു. എൻ്റെ പേര് അദീന. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആഗസ്റ്റ് 11, 2025 ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ എനിക്ക് എൻക്ലക്സാർ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. ഭയങ്കര ടഫാണ് ആ എക്സാം, നല്ല ടഫായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാമിന് കയറിയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. ഇറങ്ങി വന്നപ്പോൾ ഞാനാണ് ആ എക്സാം ഹാളിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ആ എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വിഷമത്തോടു കൂടിയാണ് ഇറങ്ങി വന്നത്.
അപ്പം ഞാനിങ്ങനെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും ഗുഡ് പോപ്പപ്പ് ആണോ ബാഡ് പോപ്പപ്പ് ആണോ എന്ന് നോക്കാൻ പറ്റും. അതായത് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബാഡ് പോപ്പപ്പാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി, നിരാശയായി. ഞാൻ അപ്പോട് പറഞ്ഞു ഈ പ്രാവശ്യം പാസ്സാവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രെയിനിൽ കിടക്കുമായിരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക്. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കിടക്കണ സമയത്ത് അച്ഛനിവിടെ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പദ്ധതി കണ്ടിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് രാത്രി കിടക്കണ സമയത്ത് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരുന്നതായിട്ടും ഞാനത് സന്തോഷത്തോടു കൂടി അപ്പയോടും അമ്മയോടും എല്ലാവരോടും കൂടി പറയുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എല്ലാവരോടും പോയി പറഞ്ഞു. അപ്പം ഞാൻ എക്സാമിന് പോയ സമയത്താണെങ്കിലും നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും തേനും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ എക്സാം ഹോളിലോട്ട് കയറണതിന് മുന്നേ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ശേഷമാണ് ഞാൻ എക്സാം ഹോളിലോട്ട് ചെന്നത്. പിന്നെ രണ്ടാമത്തെ അങ്ങനെ എനിക്ക് എക്സാം പാസ്സാകാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പേപ്പർ വർക്കിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങൾ വന്ന സമയത്ത് അപ്പോൾ ഓൾറെഡി ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുടെ പേപ്പർ വർക്ക് ഇപ്പോഴും ഡിലേയിൽ നിൽക്കുവാണ്. പക്ഷേ സമയത്തിന് മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ മാതാവ് അതേ സമയച്ചുരുക്കത്തിൻ്റെ മേൽ ആ ഒരു അഭിഷേകത്തോടു കൂടി സമയച്ചുരുക്കത്തിൽ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോയോട് നന്ദി പറയുന്നു. ഇൻ്റർവ്യൂവിനും ഒക്കെ പോയപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലും എല്ലാം ഉപയോഗിച്ചിട്ടാണ് പോയത്. അങ്ങനെ അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് വിസ കിട്ടി. ഞാൻ 21-ാം തീയതി പോവാണ്, അമേരിക്കയ്ക്കാണ് പോകുന്നത്. ഈ 21-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുമായിരുന്നു. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ മറ്റുള്ളവരോടൊക്കെ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവരുടെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരിങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മുഖം ചുളിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള കൂസലും കൂടാതെ പിന്നെയും ഒരു അതെല്ലാം സഹിച്ചുകൊണ്ട് എല്ലായിടത്തും പോയി പത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അനീത്തിയുടെ കൊടുക്കാം. എൻ്റെ പേര് അഖില, ഞാൻ വരുന്നത് പെരുമ്പാവൂർ. എനിക്ക് വേണ്ടി നിയോഗം വെച്ചത് അപ്പയായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ 4th ഇയറിൽ എക്സാമിന് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി വെച്ചത്. 4th ഇയറിൽ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ടഫായിരുന്നു. വിചാരിച്ച സപ്ലി ആയിരിക്കുമെന്നാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് തൈലവും പ്രാർത്ഥിച്ചിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. എക്സാമിന് കയറുമ്പോഴും കാശ് രൂപം കൈ വെച്ചിട്ടൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിപ്പിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവും. പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ രോഗികളുടെ സന്ദർശനം നടത്താറുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നിത, ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എങ്കിൽ പോലും എനിക്ക് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഞാനതൊന്നും ചെയ്തില്ല. പക്ഷേ 2024 ആയപ്പോഴത്തേക്കാണ് രണ്ടാമത് വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയത്. എനിക്ക് 10 വർഷം കൊണ്ടുണ്ടായിരുന്ന ബാധ്യത, എനിക്ക് 25 ലക്ഷം രൂപയുടെ അടുത്ത് ബാധ്യത ഉണ്ടായിരുന്നു. അത് ഒരുപാട് കൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. സത്യത്തിൽ ജീവിക്കണമെന്ന് പോലും തോന്നാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോണുകളൊക്കെ അടിക്കുമ്പോൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും ഫോൺ അടിക്കുകയെന്ന് കാണുമ്പോൾ സത്യത്തിൽ പേടിയാവോ ചെയ്യുന്നത്. എന്തെടുക്കണം, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. സത്യത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നലിൽ വണ്ടി കയറി. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഞാനിവിടെ എത്തി.
ഇവിടെ എത്തിയെങ്കിലും ഞാൻ ഉടമ്പടി അന്ന് പുതുക്കിയതൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന് കുറേ നേരം മാതാവിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പക്ഷേ അന്ന് ആ നിമിഷം മുതൽ എനിക്ക് ഫോൺ മേടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല. എനിക്കറിഞ്ഞൂടാ എങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുവരെ ഞാൻ പറഞ്ഞിട്ട് ഒരു മറുപടി പറയുമ്പോൾ അവധി പറയുമ്പോൾ കേൾക്കാത്ത ആൾക്കാർ അന്ന് ആ നിമിഷം മുതൽ ഞാൻ പറയുന്ന മറുപടിക്ക് അവരൊരു സാവകാശം എനിക്ക് തരാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരു പിറ്റേ ആഴ്ച വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് പോയി. ഞാൻ ഉടമ്പടിയിൽ അന്ന് മുതൽ ജീവിക്കാൻ തുടങ്ങി. എന്നും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാൻ തുടങ്ങി. എനിക്കെന്നും അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ പാടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ ഒരു ഇതിലെനിക്ക് ഒത്തിരി സമാധാനവും കിട്ടി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്ന ഒത്തിരി ലോണുകളുടെയും ബാധ്യതകളുടെയും എല്ലാം പേപ്പറെല്ലാം എടുത്തുകൊണ്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 30 ദിവസം 30ാമത്തെ ദിവസം നിനക്ക് മാതാവ് മറുപടി തരുമെന്ന് പറഞ്ഞ പോലെ തന്നെ 30ാമത്തെ ദിവസം ഞങ്ങളുടെ വസ്തുവിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. എനിക്ക് 30ാമത്തെ ദിവസം ഫോൺ വരുവാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം 5 ലക്ഷത്തിൽ താഴെ സെൻറ്റിന് വില പറഞ്ഞുകൊണ്ടിരുന്ന ആ വസ്തു എനിക്ക് 8 ലക്ഷം രൂപ സെൻറ്റിന് വെച്ച് എനിക്ക് ആ വസ്തു കച്ചവടം നടന്ന് ഷെയർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഉടമ്പടിയിൽ എഴുതുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ 16 ലക്ഷം രൂപയുടെ ബാധ്യത അതോടെ എനിക്ക് മാറിക്കിട്ടി. ഇനി എനിക്ക് കുറച്ചും കൂടെ ഉള്ളൂ. അതെനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്കത് അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന്. അതുപോലെ തന്നെ എനിക്കൊരു ജോലിയില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വാടക കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അന്നേരം മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, മാതാവ് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ വാടക കാശെങ്കിലും അവരുടെയെങ്കിലും വായിന്ന് കേൾക്കാതെ പോകാമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. അന്നേരം ഞാൻ ഫോൺ നോക്കി. ഫോണിലപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിക്ക് ഞാൻ കൊല്ലത്ത് പോയി. കൊല്ലം വരെ പോയി. അവിടെ ചെന്നപ്പം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വരുന്ന പിള്ളേരിങ്ങനെ ബാഗൊക്കെ ഇട്ട് വരത്തില്ലേ, ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന പോലെ പോസ്റ്റിംഗ് കിട്ടുമെന്ന്. ആ ഒരു വേക്കൻസിയാണ് എനിക്കും കിട്ടിയത്. ഞാനവിടെ ചെന്ന് ആ ബാഗ് എടുത്തപ്പോൾ എനിക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് അല്ലെങ്കിൽ പുറം വേദന കൊണ്ട് ജീവിച്ചു ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഓർത്ത് ദൈവമേ ഈ ബാഗും ചുമന്നുകൊണ്ട് ഞാൻ എങ്ങനെ ഇനിയുള്ള ജീവിതം ജീവിക്കും എനിക്കറിയത്തില്ല. അന്നത്തെ ഒരു ദിവസത്തെ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വണ്ടി കയറി ഞാൻ വീണ്ടും കായംകുളം വരെ വരണം. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ഓർക്കുക, മാതാവേ ഞാൻ എന്ത് ചെയ്യും, എനിക്കെങ്ങനെയെന്ന് അറിഞ്ഞൂടല്ലോ, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ പിറ്റേ ദിവസം ആ നേരം ആവുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വേറെ സ്ഥലത്ത് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഞാൻ അവിടെ പോയി. ആ ജോലി എനിക്കത് സ്ഥിരമാകത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് വിളിച്ച് അവിടെ ഞാൻ മാതാവിൻ്റെ ഉപ്പുമായി പോയി. ആ ജോലി എനിക്കിപ്പോൾ കിട്ടി. ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പകച്ചു നിന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്, ഈ ഒരു അവസ്ഥ വരെ എത്തിയത്. അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഇതാണെങ്കിൽ മോൾ CBSEയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. CBSEയിൽ നിന്ന് കേരള സ്റ്റേറ്റിലേക്ക് മാറ്റിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചു. കാരണം ആ ഒരു ഇത് അവർക്ക് പഠിക്കാൻ മലയാള ലാംഗ്വേജ് ഒത്തിരി, ബാക്കിയുള്ള സബ്ജക്റ്റിനെല്ലാം നല്ല മാർക്കുണ്ട്, പക്ഷേ മലയാളത്തിന് ഒത്തിരി കുറവാണ്, ജയിക്കത്തില്ലായിരുന്നു. അത്രയും മാർക്ക് കുറവിലാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞപ്പോൾ വിഷമിച്ച് അമ്മച്ചി ഞാൻ എങ്ങനെ അമ്മച്ചി എന്നും പറഞ്ഞ് കുഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ അവൾക്ക് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതും കൊണ്ട് മുമ്പ് പോയി പരീക്ഷ എഴുതി, തീർച്ചയായിട്ടും മാതാവ് കൂടെ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവൾക്ക് B ഗ്രേഡ് കിട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം സബ്ജക്റ്റിന് തോറ്റുപോയി, മലയാളം സബ്ജക്റ്റിന് തോറ്റേ പോകത്തുള്ളൂ എപ്പോഴും. ആ ഒരു ഇതിൽ നിന്ന് കുഞ്ഞ് ഒരുപാട് സന്തോഷം, അമ്മേ എനിക്ക് ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ലെന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കൊക്കെ അവൾ മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ അവൾക്ക് 2 വട്ടം മാതാവ് സ്വപ്നത്തിൽ വരികയും എല്ലാം ചെയ്ത് ഒരുപാട് സന്തോഷവും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ കാണും, അവരുടെ അടുക്ക് സംസാരിച്ച് മാതാവിനെ പറ്റി പറയും, പേപ്പർ പത്രം കൊടുക്കും, അതുപോലെ ഊണ് മേടിച്ച് കൊടുക്കും. വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും തീരെ ദരിദ്രമായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടത് പറ്റത്തില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ എൻ്റെ അമ്മയോടും എൻ്റെ ഉണ്ണീശോരോടും കൂടെ മരണം വരെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.